ഭയങ്കര വേഴ്സ് ആയിട്ട് ഇവൻ റാഗിങ്ങിൽ റാഗിങ്ങിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് സ്കൂളിൽ. പിന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് അതായത് ക്ലോസറ്റ് ലിക്ക് ചെയ്യുക, അതേപോലെ ക്ലോസറ്റിലേക്ക് ഇവൻ്റെ തല ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യുക. എന്നിട്ട് ഫാമിലി അറിയരുത് എന്നുള്ള രീതിയിലാണ് ഇവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സസ്പെൻഷൻ പീരീഡിന് ശേഷം അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. അവനെ ഐസൊലേറ്റഡ് ആയിട്ട് റൂമിൽ ഒറ്റക്ക് സ്കൂളിൽ ഇരുത്തി, അതായത് ഫുൾ ഡേ അവൻ ഒറ്റയ്ക്ക് ഇരുത്തി. അവൻ വീട്ടിൽ വന്നിട്ട് അവനത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. നമസ്കാരം. എറണാകുളത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥിയുടെ കുടുംബം. ജനുവരി 15-നാണ് 14 വയസ്സ് മാത്രം പ്രായമുള്ള മിഹിർ എന്ന വിദ്യാർത്ഥി താമസിച്ചിരുന്ന തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിന്റെ 23-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയും DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളത്ത് തന്നെയുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിലായിരുന്നു മിഹിർ പഠിച്ചിരുന്നത്. ഈ സ്ഥാപനത്തിലെ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾക്കാണ് മിഹിർ വിധേയനായത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ക്ലോസറ്റിനകത്ത് തല ബലമായി മുക്കിപ്പിടിച്ച ശേഷം ഫ്ലഷ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലോസറ്റ് നക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുക തുടങ്ങിയ ഗുരുതരമായ ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങളാണ് തന്റെ മകന് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് മിഹിറിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, നിറത്തിന്റെ പേരിലും മിഹിറിന് സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ മാനസികവും ശാരീരികവുമായിട്ടുള്ളതടക്കമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു. എന്തുതന്നെയായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉന്നത പോലീസ് അധികാരികൾക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് മിഹിറിന്റെ കുടുംബം. ഇത് സംബന്ധിച്ച് മിഹിറിന്റെ അമ്മാവൻ നമ്മളോട് പ്രതികരിക്കുന്നു. ഇപ്പം മിഹിറിന്റെ അമ്മാവൻ നമ്മളോടുകൂടി ചേരുന്നുണ്ട്. സത്യത്തിൽ മിഹിറിന് ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം നമ്മൾ ഈ ഇൻസിഡന്റ് ഉണ്ടായതിന് ശേഷം, അതായത് 15-ാം തീയതിക്ക് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവന്റെ പേരിൽ, അതായത് കുറച്ച് ദിവസമല്ല, ഇവൻ മരിച്ചതിന് പിറ്റേന്ന് തന്നെ ഇവന്റെ പേരിൽ ഒരു ഫോറം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞിട്ട്. ആ ഫോറം 2 ഡേയ്സിൽ ഡിലീറ്റ് ആയി. മാത്രമല്ല, ആ ഫോറത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി, സ്റ്റോറീസ്, അതേപോലെ ഫ്രണ്ട്സ് തമ്മിലുള്ള ചാറ്റ്. അപ്പോൾ അതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഭയങ്കര വേഴ്സ് ആയിട്ട് ഇവൻ റാഗിങ്ങിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് സ്കൂളിൽ. പിന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് അതായത് ക്ലോസറ്റ് ലിക്ക് ചെയ്യുക, അതേപോലെ ക്ലോസറ്റിലേക്ക് ഇവൻ്റെ തല ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യുക, പിന്നെ അതേപോലെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുക, ബസ്സിൽ നിന്ന് അസോൾട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പിന്നീടാണ് അറിഞ്ഞത്. ആ സ്കൂളിൽ ഇവൻ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ തന്നെ ഇവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്നും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇത് ഫാമിലി അറിയരുത് എന്നുള്ള രീതിയിലാണ് ഇവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റ്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വെച്ചിട്ട്. അതെ അതെ. അപ്പം മിഹിറിന് അതിനു മുമ്പ് ജെംസിലായിരുന്നു. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ തരത്തില് മോശമായിട്ടുള്ള അനുഭവം? ഇല്ല, ജെംസിൽ മിഹിർ ഹാപ്പി ആയിരുന്നു. ജെംസിൽ അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ജെംസിൽ അവൻ്റെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്ടായിരുന്നു ബാസ്കറ്റ് ബോൾ ടീം. ആ ടീമിലും അവനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഒരു മിസ്കണ്ടക്ട് കാരണം അവന് സസ്പെൻഷൻ കിട്ടി. അത് അക്സെപ്റ്റ് ചെയ്തു, അപ്പോളജൈസ് ചെയ്തു. പിന്നെ അതിന് ശേഷം 7 days ആണ് സസ്പെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ ശേഷവും ആ സസ്പെൻഷൻ പീരീഡിന് ശേഷം അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. അവനെ ഐസൊലേറ്റഡ് ആയിട്ട് റൂമിൽ ഒറ്റക്ക് സ്കൂളിൽ ഇരുത്തി, അതായത് ഫുൾ ഡേ അവൻ ഒറ്റയ്ക്ക് ഇരുത്തി. അവൻ വീട്ടിൽ വന്നിട്ട് അവനത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ മെൻ്റലി ബ്രോക്കൺ ആയിരുന്നു ഈ ഒരു കാര്യം കൊണ്ട്. അത് പിന്നീട് അവൻ എക്സാമും അങ്ങനെ തന്നെയാണ് എഴുതിയത്. അപ്പോൾ അത് അവന് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ആ സ്കൂൾ മാറ്റാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഗ്ലോബലിൽ ജോയിൻ ചെയ്യുന്നത്. ഗ്ലോബലിൽ ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് സ്കൂൾ പറയേണ്ട കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മിഹിർ നിങ്ങളോട് എന്തെങ്കിലും പരാതിപ്പെടാനോ മറ്റോ ശ്രമിച്ചിരുന്നു? ഇല്ല, നമ്മളോട് ആരോടും ഇവൻ ഇത് പറഞ്ഞിട്ടില്ല. അവന് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ അറിയരുത്, ഫാമിലി അറിയരുതെന്ന് അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. അത്ര മോശമായിട്ടുള്ള തരത്തിലുള്ള അസോൾട്ടാണ്? അതെ, അതായിരിക്കണം. അവന്റെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളും മറ്റൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു? ഇല്ല, ഗ്ലോബലിലുള്ള സ്കൂളിലുള്ള സ്റ്റുഡൻസ് ആരും നമ്മളോട് ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ചു. നമുക്ക് ഈ സ്ക്രീൻഷോട്ട്സും ഈ ഫോറത്തിലൂടെയാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് അവൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് പുറത്തുള്ള ഫ്രണ്ട്സുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഈ മിഹിറിന്റെ പേരിൽ ഒരു ഫോറം ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അത് 2 ദിവസത്തിനുള്ളിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു, അതിന് പറയുന്നത് സ്കൂളുകാരുണ്ടാവും? അറിയില്ല, അത് ആരാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇത് കവറപ്പ് ചെയ്യാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട്.
അത് നമുക്ക് ഉറപ്പാണ്. ഈ ഒരു ആത്മഹത്യ ഇതിന്റെ പിറകിൽ സ്കൂളിന്റെ പേര് വരരുന്നുള്ള ചിന്തയാണ്. അങ്ങനെയാണ് നമ്മൾക്ക് അത് മനസ്സിലാവുന്നത്. ഇപ്പം നിലവിലിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം നടപടികളാണ് കുടുംബം സ്വീകരിച്ചത്? നമ്മളിപ്പോൾ സിഎംഒന് കംപ്ലൈന്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ DGPക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോലീസ് ഇതിൽ വളരെ സപ്പോർട്ടീവായിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ജസ്റ്റിസ് കിട്ടും തന്നെയാണ് നമുക്ക് വിശ്വസിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ, അതായത് ഈ പറഞ്ഞ പോലെ സെയിം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അസാൾട്ട് ചെയ്തിരിക്കുന്നത്, മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിരിക്കുന്നത്. ആ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പേരന്റ് ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ല, ഒന്നും ഒരു കോണ്ടാക്ട് ഇല്ല. മുൻപ് മിഹിർ പഠിച്ചിരുന്നത് എറണാകുളത്ത് തന്നെയുള്ള ജെംസ് മോഡേൺ അക്കാദമിയിലായിരുന്നു. ഇവിടെ നിന്ന് വൈസ് പ്രിൻസിപ്പാൾ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് മിഹിറിന്റെ മാതാപിതാക്കൾ പിന്നീട് ആ വിദ്യാർത്ഥിയെ എറണാകുളത്ത് തന്നെയുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റുന്നത്. എന്നാൽ ഈ വിദ്യാലയത്തിൽ തങ്ങളുടെ മകന് നേരിടേണ്ടി വന്ന ക്രൂരമായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് എന്നേറെ വൈകിയാണ് ഇവർ തിരിച്ചറിയുന്നത്. മിഹിറിന്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സഹപാഠികൾ ചേർന്ന് ഇൻസ്റ്റഗ്രാമിൽ ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേജ് അപ്രത്യക്ഷമാകുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ചില സ്ക്രീൻഷോട്ടുകളിൽ നിന്നും ചാറ്റുകളിൽ നിന്നുമാണ് തങ്ങളുടെ മകൻ ഇത്തരത്തിൽ ക്രൂരമായ മാനസിക പീഡനത്തിന് സ്കൂളിൽ വിധേയനായതായി മാതാപിതാക്കൾ അറിയുന്നത്. തന്റെ മാതാപിതാക്കൾ വിഷമിക്കരുതെന്ന് കരുതിയാവണം മിഹിർ കാര്യമൊന്നും മാതാപിതാക്കളെ അറിയിച്ചിരുന്നില്ല. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മാത്രമാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം മിഹിർ പങ്കുവച്ചിരുന്നത് എന്ന് മിഹിറിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്ന് പിന്നീട് അവരിൽ നിന്നാണ് ഇത്തരത്തിൽ തങ്ങളുടെ മകന് സ്കൂളിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് ഈ മാതാപിതാക്കൾ അറിയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതുവരെ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം മിഹിറിന്റെ മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടില്ല. മിഹിറിന്റെ സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന ഇൻസ്റ്റഗ്രാം പേജ് അപ്രത്യക്ഷമായതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തൊക്കെയായാലും ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്കാണ് സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളുടെ ക്രൂരമായ വിനോദം കാരണം സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. മിഹിർ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച ജനുവരി 15-ാം തീയതി ഉൾപ്പെടെ ആ വിദ്യാർത്ഥിക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. മിഹിറിന് നീതി ലഭിക്കണം, മിഹിറിന്റെ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കണം. പോലീസ് അധികാരികൾ ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.